ഹായ് ഓൾ. അപ്പോൾ ഏവർക്കും നമ്മുടെ സ്കോളേഴ്സ് ഹബ് അക്കാഡമിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം തുടങ്ങാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുകയാണ് നിങ്ങളെല്ലാ ആൾക്കാരും പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ BCom BBA വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ എക്സാമിന് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്കോളേഴ്സ് ഹബ് അക്കാഡമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BCom BBA BA സോഷ്യോളജി BA മലയാളം BA ഇംഗ്ലീഷ് പോലെയുള്ള എല്ലാ കോഴ്സുകൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്കോളേഴ്സ് ഹബ് അക്കാഡമി. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കോളേഴ്സ് ഹബ് അക്കാഡമി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഡിഗ്രി പഠന കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ കൂടാതെ ഓരോ ആഴ്ചയിലും നമ്മൾ ഓരോ പാഠഭാഗങ്ങളുടെയും ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ടുകൾ, മലയാളത്തിലുള്ള ഷോർട്ട് നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇംഗ്ലീഷിലുള്ള ഷോർട്ട് നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റേർണൽ മാർക്കിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അസൈൻമെൻറ്റിന് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും, എങ്ങനെ അസൈൻമെൻറ്റ് എഴുതുക, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്കോളേഴ്സ് ഹബ് അക്കാഡമി. അപ്പോൾ ഈ സ്കോളേഴ്സ് ഹബ് അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ലൈക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഇപ്പോൾ 4 ഇയർ UG പ്രോഗ്രാമാണ് നിങ്ങളെല്ലാ ആൾക്കാരും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാമിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളത് നിങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഈ ഒരു വെല്ലുവിളിയെ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് ക്ലിയർ ആവുന്നതാണ്. അപ്പം നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 6 ബ്ലോക്കുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. രണ്ടാമത്തെ ബ്ലോക്ക് മുതൽ 6ാമത്തെ വരെയുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ്. ഓരോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം, 5 മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് കോമൺ ആയിട്ടുള്ളത്. അതിൻ്റെ ഓരോന്നായിട്ടാണ് ഓരോ ബ്ലോക്കുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ ബ്ലോക്ക് പ്ലാനിങ്, മൂന്നാമത്തെ ബ്ലോക്ക് ഓർഗനൈസിങ്, നാലാമത്തെ ബ്ലോക്ക് സ്റ്റാഫിങ്, അഞ്ചാമത്തേത് ഡയറക്റ്റിംഗ്, ആറാമത്തേത് കൺട്രോളിങ്. ഇങ്ങനെയുള്ള 6 ബ്ലോക്കുകളാണ് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ളത്. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 ഏകദേശം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് മാറുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് 100 മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടൽ ഉള്ളത്. അതിൽ 70 മാർക്ക് നിങ്ങൾ എക്സാം എഴുതിയിട്ട് റിട്ടേൺ മാർക്കാണ്. 30 മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മാർക്കാണ്. 70 മാർക്ക് എക്സ്റ്റേണലും 30 മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മാർക്കുമാണ്. ഇൻറ്റേർണൽ മാർക്ക് നിങ്ങൾ ഓൾറെഡി അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലാണ് ഈ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടുക. പിന്നെയുള്ളത് 70 മാർക്കാണ്. ഈ 70 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ 3 സെക്ഷനായിട്ടാണ് ഉണ്ടാവുക, A B C. അപ്പോൾ ഈ ആദ്യത്തെ സെക്ഷനിൽ
നമുക്ക് 8 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്കാണ്? 2 മാർക്കാണ്. ഇതിൽ 8 ക്വസ്റ്റ്യന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 8 എണ്ണത്തിൽ എത്ര അറ്റൻഡ് ചെയ്യേണ്ടു? 5 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു സെക്ഷന് ടോട്ടൽ കിട്ടുന്ന മാർക്കാണ് 10 മാർക്ക്. ഓക്കെ, ഒന്നാമത്തെ സെക്ഷൻ നിങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ സെക്ഷനാണ്. നമുക്കിവിടെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യേണ്ടു? 6 എണ്ണം മാത്രമേ അറ്റൻഡ് ചെയ്യണ്ടു. അപ്പോൾ 6 × 5 എത്ര മാർക്കാണ് ടോട്ടൽ ഈ സെക്ഷന്? 30 മാർക്കാണ് കിട്ടുക. അപ്പോൾ 30ഉം 10ഉം 40 മാർക്കായി. ഇനിയുള്ള ബാക്കിയുള്ള 30 മാർക്ക് എസ് എ സെക്ഷനാണ്. നമുക്ക് 4 എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു എസ് എക്ക് 15 മാർക്കാണ്. 4 എണ്ണത്തിൽ നിങ്ങൾ എത്ര എണ്ണം എഴുതിയാൽ മതി? 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ 30 എസ് എ സെക്ഷൻ. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഷോർട്ട് ആൻസർ 5 മാർക്കാണ്, അത് 30 മാർക്കിൻ്റെയാണ്. പിന്നെ നമ്മുടെ ആദ്യത്തെ എ സെക്ഷന് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 70 മാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാറ്റേൺ. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയറായി. നമ്മൾ നോക്കുന്നത് ഓരോ ബ്ലോക്കിലെയും ബ്ലോക്ക് 1 മുതൽ 6 വരെയുള്ള ഓരോ ബ്ലോക്കിലെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, 5 മാർക്കിന് ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, എസ് എ ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ 1 by 1 ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 2 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ യൂണിറ്റ് 1ൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഇത് സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്നാണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും. കാരണം ഈ ഒരു ചാപ്റ്റർ നമുക്ക് എസ് എ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം? മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റിനെ എന്തുകൊണ്ടാണ് ആർട്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ആർട്സും സയൻസും ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കാൻ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണത്. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റിനെ എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അനദർ ക്വസ്റ്റ്യനാണ്. ഈ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് 2 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ 5 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ 3 പാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ 3 പാർട്ട് 5 മാർക്കിന് ചോദിക്കാൻ ഏതെങ്കിലും ഒന്ന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ 3ഉം ഒരുമിച്ച് നിങ്ങളോട് ചിലപ്പം എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്? എസ് എ ക്വസ്റ്റ്യന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാലും നേച്ചർ ചോദിച്ചു കഴിഞ്ഞാലും ഫീച്ചർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒറ്റൊരു ആൻസർ തന്നെയാണ് എഴുതേണ്ടത്. അതിൻ്റെ പേര് മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഒരേ ആൻസറാണ്. ചില കുട്ടികൾ പറയും സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പഠിച്ചത്, പക്ഷേ ചോദിച്ചത് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിഗ്നിഫിക്കൻസ് തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടും എഴുതേണ്ടത്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളത് കോമൺ ആയിട്ടുള്ളതാണ്. നമുക്ക് എസ് ഒക്കെ എഴുതുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെയുള്ളത് മാനേജ്മെൻറ്റിന് എന്തുകൊണ്ടാണ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയാണ്ടായ കാരണം എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അനദർ ക്വസ്റ്റ്യനാണ്. പിന്നെ നമ്മളിപ്പം പറഞ്ഞു ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് 3ഉം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എസ് എ ചോദിക്കാം. എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എഴുതുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനിലേക്ക്, പിന്നെ ഒബ്ജക്റ്റീവ് ഏതാ, പിന്നെ ഇമ്പോർട്ടൻ്റ് ഏതാ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം.
എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് വെച്ചിട്ട് അത് എഴുതുക. നിങ്ങൾ എസ് എഴുതുമ്പം എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി മറക്കാൻ വേണ്ടി പാടില്ല. നേരെ ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടി പാടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം മാനേജ്മെൻറ്റിന് ഒരു മീനിങ് കൊടുക്കുക, മാനേജ്മെൻറ്റിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ആണോ, ഇമ്പോർട്ടൻസ് ആണോ, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, ഏതാണ് ചോദിച്ചത്, ആ ചോദിച്ചതിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. ഏത് എസ് ആയിക്കോട്ടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി മറക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 മാർക്കിനൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 100% ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. 5 മാർക്കിന് ചോദിക്കാം. ഇത് ചോദിക്കുമ്പോഴും ഡിഫറൻസ് ചോദിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചോദിച്ചത് എങ്കിൽ ആദ്യം മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക, എന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അടുത്ത പാരഗ്രാഫിൽ എഴുതുക. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ, ഡിഫറൻസിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ആ ഒരു കാര്യം കൂടി എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് 1 ചാപ്റ്റർ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. പിന്നെയുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ബ്ലോക്കാണ്. രണ്ടാമത്തെ ബ്ലോക്ക് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. രണ്ടാമത്തെ യൂണിറ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണത്. അത് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലാദ്യമുള്ളത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം 3 തരത്തിലുള്ള മാനേജ്മെൻറ്റ് ലെവൽസാണുള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇത് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതിൽ എസ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ എസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും പഠിച്ച് നിങ്ങളുടെ സമയം കളയണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വളരെ ഷോർട്ടാക്കി മാത്രം പഠിക്കുക. ഓക്കെ. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഷോർട്ടാക്കി പഠിക്കുക. അതിൽ നിങ്ങൾ ഡീപ്പായിട്ട് പോകേണ്ടത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഷോർട്ടാക്കി എന്താണ് ഓരോ അപ്രോച്ചും പറയുന്നത് എന്ന് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ഡീപ്പിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ആകെ ഡീപ്പിലേക്ക് പോകേണ്ടത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റും ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോവുക. കാരണം ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് 5 മാർക്കിന് അല്ലെങ്കിൽ എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. ലൈക്ക് യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്, സ്കാളാർ ചെയിൻ എന്താണ്, ഗാങ് പ്ലാൻ എന്താണ്, സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് 2 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ മോഷൻ സ്റ്റഡി എന്താണ്, ഫാറ്റിക് സ്റ്റഡി എന്താണ്, ടൈം സ്റ്റഡി എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് വർക്ക് സ്റ്റഡി എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്ക് 1 ചാപ്റ്റർ 2 നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഇപ്പോൾ ആദ്യം പ്ലാനിങ് ഈ ബ്ലോക്ക് 2 മുതൽ 6 വരെ പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോ ബ്ലോക്കിൻ്റെയും മീനിങ്ങും ഡെഫിനേഷനും നിങ്ങൾ പഠിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങളോട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് എസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോ ബ്ലോക്കും പഠിക്കുമ്പോഴും അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നിങ്ങൾ പഠിക്കാൻ വേണ്ടി മറക്കാൻ വേണ്ടി പാടില്ല. ഡെഫിനിഷനൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ചെറിയ ഡെഫിനിഷൻ നോക്കി മാത്രം പഠിക്കുക. ലെങ്തി ആയിട്ടുള്ള ഡെഫിനിഷൻസ് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലോക്ക് 2 നമുക്ക് എന്താണുള്ളത്, 2 ചാപ്റ്റേഴ്സാണുള്ളത്, 2 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പ്ലാനിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒന്ന് നിങ്ങൾ പഠിക്കുക. അത് കോമൺ ആയിട്ട് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് ചോദിക്കാം, ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നമുക്ക് എസ്സേയിലൊക്കെ നമുക്കത് ഉപകാരപ്പെടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒന്ന് പഠിക്കുക.
പിന്നെ ഉള്ളതാണ് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ സ്റ്റെപ്പ് തന്നെയാണ് പ്രോസസ്സായിട്ടും ചോദിക്കുക കേട്ടോ. സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സും ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ആൻസർ തന്നെയാണ് എഴുതേണ്ടത്, അതൊന്നും മാറാൻ വേണ്ടി പാടില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ചോദിക്കാറുണ്ട്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് യൂണിറ്റ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഇത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയുള്ളതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 2. യൂണിറ്റ് 2 നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പ്ലാൻ. ഒരു ഗുഡ് പ്ലാനിന് ഉണ്ടാകേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതാണ് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെയുള്ളതാണ് ടൈപ്സ് ഓഫ് പ്ലാൻ. അത് നമുക്ക് എസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് പ്ലാൻ. ടൈപ്സ് ഓഫ് പ്ലാനിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, അതിൽ ഓരോന്നും എക്സാമ്പിൾ വെച്ച് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. റൂളിൻ്റെ എക്സാമ്പിൾ, പോളിസീൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ഏതാണ്, അത് റൂളാണോ പോളിസിയാണോ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബജറ്റ് എന്താണ്, ഇങ്ങനെ ടൈപ്സ് ഓഫ് പ്ലാനിൽ ഓരോന്നും ചിലപ്പോൾ റൂൾ എന്താണ്, പോളിസീസ് എന്താണ്, പ്രൊസീജിയർ എന്താണ്, പ്രോഗ്രാം എന്താണ്, ബജറ്റ് എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്ലാൻ നിങ്ങൾക്ക് എസ് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു മീനിങ് മാത്രം നിങ്ങൾ പഠിച്ച് വെക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, പക്ഷേ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ബ്ലോക്ക് 2 നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെയുള്ളതാണ് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷേ എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കുറവ് ഐറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓർഗനൈസിങ്ങിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ മീനിങ്ങും ഡെഫിനിഷനും, ഓർഗനൈസിങ് ആയാലും പ്ലാനിങ് ആയാലും എല്ലാത്തിനും മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഓർഗനൈസിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. പിന്നെ നമുക്ക് 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ ഈ പ്രിൻസിപ്പിൾ തന്നെ ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, എന്താണ് ഡീസെൻട്രലൈസേഷൻ, ഇതൊക്കെയുള്ള ഈ പ്രിൻസിപ്പിൾസൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും 1-2 ഒക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അനദർ ക്വസ്റ്റ്യനാണ് സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പാൻ ഓഫ് കൺട്രോൾ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ, അതിൽ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എസ് എ ടൈപ്പ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചോദിക്കാറുണ്ട്. ലൈന്, സ്റ്റാഫ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അഡ്വാൻസ്ഡ് ഡിസൈൻ അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് എസ് ചോദിക്കാനാണ് സാധ്യത. അപ്പോൾ എസ് എക്ക് നമുക്കറിയാം ഒരു 4-5 പേജ് 6 പേജൊക്കെ മാത്രമേ നമുക്ക് എഴുതാൻ സമയമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ മാത്രം പഠിക്കുക, അല്ലാതെ വാരി വലിച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഇതിൽ നിന്ന് നമുക്ക് 5 മാർക്കൊന്നും സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ഏരിയ ആണ്. ചോദിക്കുന്നുണ്ടെങ്കിൽ 2 മാർക്കിന് എന്താണ് ലൈൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ ഒക്കെ 2 മാർക്കിന് ചോദിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ എസ് ചോദിക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒരു പിക്ചറും 1-2 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മാത്രം പഠിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് അത് എസ് ചെയ്താനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ കൂടുതൽ അതിൻ്റെ മീനിങ് ഒന്നും കൂടുതൽ ഒരു 2-3 പാരഗ്രാഫായിട്ടൊന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് എന്താണ് ലൈന്, എന്താണ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നുള്ള അതിൻ്റെ മീനിങ്ങും അതിൻ്റെ പിക്ചറും 2-3 ഡിസഡ്വാൻറ്റേജസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എസ് എഴുതേണ്ട കണ്ടൻറ്റുകൾ അതിലുണ്ടാവും. പിന്നെയുള്ളത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. അതിൽ ഫോർമലും ഇൻഫോർമലും ആണുള്ളത്. ഇതിൻ്റെ മീനിങ് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ ഡിഫറൻസസ് ആണ്.
എന്താണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്നും കൂടിയും പറയാണ്, ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എഴുതിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ആ ഡിഫറൻസിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഡിഫറൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പാരഗ്രാഫായിട്ട് എഴുതുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമ്പാരിസൺ ചാർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ വരച്ചിട്ട് നിങ്ങളുടെ ഉത്തരം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. പിന്നെ ഈ ചാപ്റ്ററിന് ലാസ്റ്റ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും ഒന്ന് പഠിക്കുക. ഓക്കെ, മീനിങ്ങും ഫീച്ചേഴ്സും ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, ഫീച്ചേഴ്സ് 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഈ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ആദ്യം മീനിങ് എഴുതുക, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഫീച്ചേഴ്സിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഒരു 3ാമത്തെ ബ്ലോക്കിൽ നമുക്ക് പറയാനുള്ളത്. നോക്കുന്നത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 സ്റ്റാഫിംഗ് ആണ്. കമ്പാരിറ്റീവ്ലി കുട്ടികൾക്കൊക്കെ പഠിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് 4ലെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിലൊക്കെ വരുന്ന സെമസ്റ്ററിൽ HRM എന്ന് പറയുന്ന പേപ്പറിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുക. അപ്പോൾ നോക്കുക, ഇതിൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാഫിങ്ങിൻ്റെ ഒരു മീനിങ്ങും ഒരു ഡെഫിനേഷനും നിങ്ങൾ പഠിക്കുക. പിന്നെയുള്ളത് മാൻ പവർ പ്ലാനിങ് 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറാണ്. ഇതിലേതെങ്കിലും 1-2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ 5 മാർക്കിന് അല്ലെങ്കിൽ എസ് ചോദിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന അനദർ ക്വസ്റ്റ്യനാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. നമുക്കറിയാം 2 തരത്തിലുള്ള സോഴ്സസ് ആണ്. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സസും രണ്ടാമത്തെ എന്താണ്, എക്സ്റ്റേണൽ സോഴ്സസും. അതെന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അതിൽ തന്നെ ചിലപ്പം 2 മാർക്കിന് പ്രൊമോഷൻ എന്താണ്, ഡിമോഷൻ എന്താണെന്ന് ചോദിക്കാം, ട്രാൻസ്ഫർ എന്താണ്. ഇത് 3 നമുക്ക് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന അനദർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അതവിടെ പഠിക്കുക. പിന്നെയുള്ളത് നമ്മൾ സെലക്ഷനിലേക്ക് പോവാണ്. സെലക്ഷനിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സെലക്ഷൻ്റെ മീനിങ് പഠിക്കുക, സെലക്ഷൻ്റെ പ്രോസസ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് സെലക്ഷൻ്റെ പ്രോസസ്സ്. ഓക്കെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എക്സാം പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെലക്ഷൻ്റെ പ്രോസസ്സ് ചോദിക്കാത്ത ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്തുകൊണ്ടാണ് സെലക്ഷനെ നമ്മൾ നെഗറ്റീവ് പ്രോസസ്സ് എന്നും റിക്രൂട്ട്മെൻറ്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അനദർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ചോദിക്കുന്ന അനദർ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ എന്നാലും ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മീനിങ്. ഓക്കെ, പെർഫോമൻസ് അപ്രൈസലിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ സ്റ്റെപ്പും കൂടി പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും അതിലും പഠിക്കേണ്ട. പിന്നെ ഉള്ളതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒന്ന് കാര്യമായിട്ട് നോക്കുക. ട്രെയിനിങ്ങിൻ്റെ മീനിങ്ങും ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ്ങും ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ എല്ലാ ടെക്നിക്കുകളും അല്ലെങ്കിൽ എല്ലാ മെത്തേഡുകളും പഠിക്കേണ്ട. ഓൺ ദി ജോബ് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങാണ് ഉള്ളത്. അതിൽ നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു 5 മെത്തേഡ്സുകളൊന്ന് പഠിച്ചു വെക്കുക. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, ബ്ലോക്ക് 4ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 5 ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. നമുക്ക് നിർബന്ധമായിട്ടും 100% ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ബ്ലോക്ക് 5 ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലോക്ക് 5ൽ ആദ്യം പഠിക്കേണ്ടത് ഡയറക്റ്റിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ആദ്യം പഠിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ ഓരോ സബ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകണം. അതിൽ ആദ്യം മോട്ടിവേഷനിൽ തിയറീസ് ഓഫ് മോട്ടിവേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാം.
വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എസ് എയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്കിന് കൂടുതൽ എടുത്തു ചോദിക്കാൻ സാധ്യത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി. മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി പഠിക്കുമ്പോൾ ആ മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കിയുടെ ആ ഒരു പിക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് വരച്ചിട്ടുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി. പിന്നെ ചിലപ്പോൾ നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറി എക്സ് ആൻഡ് വൈ ചോദിക്കാം, സെപ്പറേറ്റും ചോദിക്കാം. തിയറീസ് ഓഫ് മോട്ടിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഹൈജീൻ തിയറി, അതുപോലെ തന്നെ ERG തിയറി, ഈ 4 തിയറീസാണ് മോട്ടിവേഷൻ തിയറീസിൽ നിങ്ങൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ 5 6 എണ്ണം ഉണ്ടാവും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 എണ്ണം മോട്ടിവേഷൻ തിയറി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കിയും തിയറി എക്സ് ആൻഡ് വൈയും. അത് രണ്ടും ചിലപ്പോൾ സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ERG തിയറിയും ഹൈജീൻ തിയറി കുറച്ച് ചെറിയ തിയറിയാണ്, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ അതും കൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മോട്ടിവേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മോട്ടിവേഷൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണമെന്നില്ല. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഓൺ ലാംഗ്വേജിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൻ്റെ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈല് നമുക്കറിയാം, ഒരുപാട് ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. അത് 5 മാർക്കിന് എസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിലേതെങ്കിലും 1-2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ലീഡർഷിപ്പിൽ നിങ്ങൾ പഠിക്കേണ്ട അനദർ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു ഗുഡ് ലീഡർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നീടതാണ് സൂപ്പർവിഷനിൽ നിങ്ങളാകെ സൂപ്പർവിഷൻ്റെ മീനിങ്ങും അതിൻ്റെ ഇമ്പോർട്ടൻസും മാത്രം പഠിച്ചാൽ മതി. ഇത് കൂടുതലായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളതാണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ഒരു പിക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും വരക്കണം. പിന്നെ അതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടൈപ്പുകളുണ്ട്. ഓറൽ, റിട്ടേൺ, ഫോർമൽ, ഇൻഫോർമൽ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും 1-2 മാർക്കിന് ചോദിക്കാം. പിന്നെ 2 മാർക്കിന് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗ്രേപ്പ് വൈൻ എന്താണെന്ന് 2 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള അനദർ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നില്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെത്തേഡ്സ് ടു ഓവർകം ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 5 നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ബ്ലോക്ക് 5 ഞാൻ ഒന്നും കൂടി പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് 6. ബ്ലോക്ക് 6 കൺട്രോളിംഗ് ആണ്. കൺട്രോളിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും പഠിക്കുക. പിന്നെ അതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രോസസ് ഓഫ് കൺട്രോളിങ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസസ്സ് സ്റ്റെപ്പ്. പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇത്ര കാര്യങ്ങളാണ് ബ്ലോക്ക് 6 യൂണിറ്റ് 1 നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെയുള്ളത് ടെക്നിക്സ് ഓഫ് കൺട്രോളിങ് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ നമുക്ക് ചോദിച്ചാൽ അതിൽ നിന്ന് ഏതെങ്കിലും 1 ചോദിക്കുള്ളൂ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിങ്ങിൻ്റെയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ, അല്ലെങ്കിൽ ഒരു കോയിൻ്റെ 2 സൈഡാണ് എന്ന് പറയാൻ എന്താണ് കാരണമെന്ന് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ട എസെൻഷ്യൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ ഞാൻ ബ്ലോക്ക് 1 മുതൽ ബ്ലോക്ക് 6 വരെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ എന്നാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കോളേഴ്സ് ഹബിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഈ സബ്ജക്റ്റുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും അനദർ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.